അപ്പോൾ എല്ലാവർക്കും കേൾക്കേണ്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കിട്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് മൈനിങ്ങിന് പോയിട്ട് കുറച്ച് എന്തെങ്കിലും അയണേജ് ആവണം. കുറച്ച് ആ കോൾ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കത് എടുക്കാം. ടോർച്ച് നോക്കിയാൽ കുറേ കോളുണ്ട്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ മരം വെട്ടി അതിനെ ചാർക്കോളാക്കിയിട്ടാണ് നമ്മൾ ടോർച്ചൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിക്കേക്സ് കറക്റ്റ് സമയത്തിന് തന്നെ പൊട്ടി ഗൈസ്. എന്തൊരു പിക്കേക്സ് എന്തോ. ഇനി എല്ലാം ഉണ്ടോ? ഒടുക്കത്തിലാകും വഴി മാറിപ്പോയി. അത് തന്നെ ഗൈസ്. നമുക്ക് ഫസ്റ്റ് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ദൂരം നമ്മൾ മൈൻ ചെയ്ത് വന്നതാണ്. നമുക്ക് ഫസ്റ്റ് അയൺ എടുത്തുകൊണ്ട് അച്ചീവ്മെൻറ്റ് കാണാം. ഒന്നൊന്നും അല്ലേ, കുഴപ്പമില്ല. ദൈവം തരുമ്പോൾ ആർക്കും ഒരു തരുമല്ലോ. ഇനി ഇരിപ്പുണ്ടോ? തൽക്കാലം നമുക്കിപ്പോൾ പോയി. എനിക്ക് ഫുഡും ഹെൽത്തൊന്നുമില്ല. ഈ ഒരു പിക്കേക്സ് തീരണത് വരെ നമുക്ക് മൈൻ ചെയ്യാം. ഈ പിക്കേക്സ് തീരണതിന് മുമ്പേ എനിക്കൊരു അയൺ കിട്ടിയാൽ മതിയായിരുന്നു. വേഗം തരുത്. എടുത്തോട്ടെ. ഇതുവരെയും ഒരയൺ പോലും. ഈ ചുവപ്പ് വരെ തീരുമ്പോൾ ഞാൻ പോകണം. കേവേ നിന്നെ ഞാൻ ഒരിക്കൽ കീഴടക്കും. നമ്മൾ അടുത്തിന് നമുക്ക് അയണിൽ പിക്കാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. എൻ്റെ എത്ര അയണുണ്ട്? 8 ഉണ്ട്. അയണിൻ്റെ തൊപ്പിയെങ്കിലും വെച്ചിട്ടേ ഞാൻ വരുള്ളൂ. എന്തേടാ അത് പോണില്ലേ? പോട്ടെ. രാത്രി എന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ഞാൻ പോണില്ല, അത് ശരിയാവില്ല. നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ മൊത്തം മോബ്സാണ്. ഞാൻ അങ്ങോട്ട് പെയ്യാവുമ്പോൾ എന്നെ കൊന്ന് എൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുക്കും. നമുക്കിവിടെ തന്നെ ഇരിക്കാം നേരം വിളിക്കണത് വരെ. ഒരുത്തൻ അമ്പ് വിടാൻ നോക്കണം. കൊണ്ട് അയ്യോ ക്രീപ്പറിൻ്റെ മോൻ ഇവിടെ ഒന്ന് പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. ധൈര്യമുള്ളതുകൊണ്ടെങ്കിൽ ഞാൻ ചാവും ഗൈസ്. ഇന്നത്തെ രാത്രി ഞാൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് ഒറ്റ നിർബന്ധമില്ല. ഞാൻ ചത്ത്, ഞാൻ പെട്ട്. അത്ര ധീരനൊന്നുമില്ല, അല്ല അത്ര പേടിത്തൊണ്ടൊന്നുമില്ല. അത്ര ഇവിടെ ആരുമില്ല. നമുക്കിവിടെ കുറച്ച് സമയം ഇരിക്കാം. ഞാൻ പോണ്. യവന്മാരെന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. കഷ്ടം. വൃത്തിയിട്ടവന്മാർക്ക് വേറെ വീടും കൂടി ഒന്നും ഇല്ലടാ.
അപ്പം നേരം വെളുത്ത് വരുന്നുണ്ട്. യൗമാരെല്ലാം ഇന്ന് ചാവും. ഈ യൗമാരെല്ലാം ചാവണം എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. ആരും ഇല്ലടാ അവിടെ. ഇന്ന് കറങ്ങണം ഞാൻ. ഇന്ന് അതാ നിൽക്കുന്ന വയസ്സ് കണ്ട. ഈ ഒരു മനോഹരമായ കാഴ്ച നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സ്കെൽറ്റൻ വണ്ടി തിരിഞ്ഞ് ലീവ് പോട്ടെ. എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ കട്ടിലോടെ ഇനി ഉറങ്ങാൻ പറ്റൂലേ? അറിയണമല്ലോ. അയ്യേ ഒരു പന്നീരേറ യവനെ ഒന്ന് കൊല്ലണം. കുഴപ്പമില്ല, അത് പോട്ട്. എത്രയൊന്ന് കുക്ക് ചെയ്ത് തിന്നാലും നമുക്ക് എൻ്റെ ഹാർട്ട് നോക്കി. ഒരു ഫർണസ് ഉണ്ടല്ലേ? ഉണ്ട്. ഓ ഈ കോളെടുത്ത് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇവിടെ വയ്ക്കാൻ. കുക്കാവും, എനിക്ക് വിശക്കണം. ഒന്ന് രണ്ട്. ഇനി അയൺ അവിടെ ആയിരുന്നു. ഇത്രയും തിന്നിട്ടോണം എനിക്ക് സുഖമായിട്ടൊന്ന് ഹാർട്ട് കൂട്ടാൻ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി എൻ്റെ ഹാർട്ടൊക്കെ കൂടും പടപടാന്ന്. നമുക്കിവിടെ ചെറിയൊരു തീറ്റിക്ക് വേണ്ടി ഒരു ഇതാരാ ഇത്? ഹാർട്ട് കുറഞ്ഞു. ദൈവമുണ്ട്, നിങ്ങൾ കരയൊക്കെ അറിയുന്നു. വാടാ, ചന്തുവിനെ അടിക്കാനാവില്ല മക്കളെ. നിന്നെയൊക്കെ ഞാൻ കത്തിച്ചു കൊല്ലൂടാ. ടോർച്ചൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാം. സ്വന്തം മോനെ, ഇതെന്തിനാന്ന് കണ്ടാ നീ? കണ്ടേ, നിന്നെപ്പോലുള്ള ഒരുത്തൻ്റെ ഇറച്ചി അങ്കർ കുറഞ്ഞ. അയ്യോ എൻ്റെ ആയിരുന്നു അതും തീർന്നിനിപ്പം. എനിക്ക് വേറെ വേണ്ടി വരുമല്ലോ. അയ്യോ പാവം. ഇനി ഇതിനെയും കുക്ക് ചെയ്യണം. സീന്. ഞാൻ വീണ്ടും കൊണ്ടുതരാം. ഹാർട്ട് ഫുള്ളായിട്ടുണ്ട്. തിന്നാൻ പറ്റുമല്ലോ. മൈനിങ്ങിന് പോണതിന് മുമ്പേ നമുക്കിതൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ഷീൽഡായിട്ടുണ്ട്. ഒരു പിക്കാക്സ് ഇതിവിടെ ഇരിക്കട്ടെ. അല്ല, അത് ഇവിടെ ഇരിക്കട്ടെ. മതിയാവും. ഇനി നമുക്കിനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കേണ്ട തടിയില്ല. അതുകൊണ്ട് ആദ്യം ചെറിയൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഒരു ചെസ്റ്റ്
ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് ഇത്രയും തടി ഇരിക്കട്ട്. അല്ലല്ലോ, ഒരു സോഡും കൂടെ ഉണ്ടാക്കണം എനിക്ക്. അതിൻ്റെ ആവശ്യം എനിക്കുണ്ട്. ഒരു സോഡ്. ഇനി കുറച്ച് ഫുഡ് കേട്ട. ഇവിടെ തിന്നാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ തപ്പിത്തടഞ്ഞൊരു കേവിനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ വന്ന് ഗൈസ്. -59 കൊണ്ട് ഗൈസ് ഒരു അയൺ വേണ്ടിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഡയമണ്ട് ഗൈസ്. ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് ഗൈസ്. 4ാമത്തെ എപ്പിസോഡിൽ എനിക്ക് വയ്യ. ഇപ്പം എത്ര ഡയമണ്ടായി? 4 ഡയമണ്ട്. എനിക്ക് വയ്യ. നമുക്കിനി ഈ ഒരു ലെവലിൽ തന്നെ മൈനിങ്ങിന് പോവാം. നിങ്ങൾ എൻ്റെ കൂടെ കളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു സർവൈവൽ സീരീസ് ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഡയമണ്ട് വേണമെന്നുണ്ടെങ്കിൽ -59 ആ ഒരിതിൽ പോയാൽ മതി. ഞാൻ ഇത്ര സമയം 59 കണ്ടുപിടിച്ചാണ് നടന്നത്. ഈ ഒരു പിക്കാക്സ് തീരുമ്പോൾ നമുക്ക് പോവാം. അടുത്ത് നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ആവുന്നതായിരിക്കും. വീട്ടിൽ ഉടനെ വീട്ടിൽ പോകണം. അതിന് നേരെ വീട്ടിലോട്ട്. എന്താ എടുക്കാൻ പറ്റാതെ എടുത്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ബേസിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ശല്യം, ഇവനെ കൊണ്ട് എനിക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്ത് അടുത്ത് വീണ്ടും മൈനിങ്ങിന് പോകാനായിരിക്കും. താങ്ക് യു സോ മച്ച്.